പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും നന്മയും അനുഗ്രഹങ്ങളാലും നിറയുന്ന ഒരു ധന്യദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 17-18 വാക്യങ്ങൾ. സെയിന്റ് മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 17 and 18 നാം ഇപ്രകാരം വായിക്കുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യരല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് കാണേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വളരെ മനോഹരമായി ശിഷ്യന്മാരോടായി വേറിട്ട് യേശു പറയുന്ന ഉപദേശങ്ങൾ, സന്ദേശങ്ങൾ, ഗുണപാഠങ്ങൾ അടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മൗണ്ടൻ ഓഫ് ദി സെർമൺ, യേശുവിൻ്റെ പർവ്വത പ്രസംഗം. അതേ തുടർന്ന് ശിഷ്യന്മാരോട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മളിപ്പോൾ 17, 18 വാക്യങ്ങളെ വായിച്ചുള്ളൂവെങ്കിലും 16-ാം വാക്യം കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ വായിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് 2 കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. 16-ാം വാക്യത്തിൽ കപടഭക്തിക്കാരെ കുറിച്ചാണ് പറയുന്നത്. 17, 18 വാക്യങ്ങളിൽ യഥാർത്ഥ ഭക്തി, ഒരു ദൈവ പൈതലിനെ കുറിച്ചാണ് പറയുന്നത്. കപടഭക്തിക്കാരെങ്ങനെയാണ് ഉപവസിക്കുന്നത്? അവർ ഉപവസിക്കുന്നു, പക്ഷെ അവർ ഉപവസിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കണം, അറിയിക്കണം. അതാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. അങ്ങനെ ഞങ്ങൾ ഭക്തിയിലാണ്, ഉപവാസത്തിലാണ്, പ്രാർത്ഥനയിലാണ് എന്ന് കാണിക്കുവാനും മറ്റുള്ളവർ അത് കണ്ടിട്ട് അവര് ഉപവാസം നയിക്കുന്നവരാണ് എന്ന് പറയത്തക്കവണ്ണം അവരവരുടെ മുഖത്തെ വികൃതമാക്കുന്നു. ക്ഷീണമോ പ്രയാസമോ ഉപവാസത്തിൻ്റെ തളർച്ചയും ബുദ്ധിമുട്ടുമൊക്കെ പുറത്ത് കാണിക്കത്തക്കവണ്ണം പ്രകടമാക്കുന്നു. ഇവർക്ക് കർത്താവ് കൊടുക്കുന്ന പേരാണ് കപടഭക്തി എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം. കർത്താവേ, അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയി, ക്ഷമിക്കണം. ഞാനിത് ഉപവാസമാ, അതുകൊണ്ട് ഭയങ്കര ക്ഷീണമാ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പലപ്പോഴായി പലരും പറഞ്ഞു കേട്ടിട്ട് ഒക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ അങ്ങ് മാറണം. അതൊന്നുമല്ല യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ പറയും ഉപവസിക്കുമ്പോൾ അങ്ങ് ക്ഷീണമാണ്. എന്നാൽ എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഉപവസിക്കും തോറും ശക്തി കൂടുകയാണ്, നമുക്ക് ശക്തി പ്രാപിക്കുകയാണ്. നമ്മുടെ ബലം ക്ഷയിക്കുകയല്ല. അത് ശരീരത്തിലാണേലും കൊള്ളാം, മനസ്സിലാണേലും കൊള്ളാം, പ്രത്യേകിച്ച് ആത്മാവിൽ നമ്മൾ പുതുബലം പ്രാപിക്കുകയല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ തളരുന്നത്? നമ്മുടെ മുഖം എങ്ങനെ വാടുന്നത്? നമ്മുടെ മുഖം കൂടുതൽ പ്രശോഭിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മുടെ വാഗ്ദത്ത വചനത്തിലേക്ക് വന്നാൽ 17-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങളതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് മുഖമൊക്കെ കഴുകി എണ്ണയൊക്കെ തേച്ച്, നമ്മൾ എളുപ്പം മനസ്സിലാകുന്ന നല്ല സ്മാർട്ടായിട്ടിരിക്കണം. ഒരു ദൈവ പൈതല് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം. ദൈവകൃപയിൽ നിലനിൽക്കണം. നല്ല ആരോഗ്യ ദൃഢഗാത്രരായി എന്ന് പറയുമ്പോൾ ഞാൻ ശരീരം കൊണ്ടെന്നുള്ളതല്ല,
നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം. യെസ്, ഞാൻ ഉപവാസമാണെന്ന് മറ്റൊരാൾ നമ്മളെ കണ്ട് പറയാതെ വേണം നാം വളരെ സന്തോഷത്തോടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഉപവാസങ്ങൾ ദൈവം പ്രസാദിക്കുന്ന ഉപവാസമാകണം. അതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ആകത്തുക. നമ്മൾ ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ള പ്രതിഫലം പോയി. കാരണം അത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുന്നില്ല, എൻ്റെ നാമമഹത്വത്തിനായി തീരുന്നു. അതല്ലേ ശരിക്കും? അല്ല, ദൈവം പ്രസാദിക്കണം. അതുകൊണ്ട് ഇന്ന് ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ക്രൈസ്തവ ലോകത്ത് വെള്ളിയാഴ്ച ഉപവാസം എന്നത് പ്രചാരം നേടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഉപവാസം ഏതു ദിവസവും എടുക്കാം, എപ്പം വേണമെങ്കിലും എടുക്കാം. അതിന് വെള്ളിയാഴ്ച എന്നൊരു നിബന്ധനയുമില്ല. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ യാതൊരു അടിസ്ഥാനവും അതിനില്ല. ഇതൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ ചുറ്റുപാടും സാഹചര്യവും സഭയുടെ നിലനിൽപ്പും നമ്മൾ പോകുന്ന കൂട്ടായ്മയുടെ ഉപദേശങ്ങളും ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഓരോ ദിവസങ്ങളും നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉപവസിക്കുന്നവർ ഇത്ര ചൊവ്വാഴ്ച, ഇത്ര വെള്ളിയാഴ്ച, ഇതൊക്കെ അവരവരുടെ മനോധർമ്മമായിക്കോട്ടെ. എന്നാലും വേണ്ടിയല്ല, ഉപവസിക്കുന്നല്ലോ, പ്രാർത്ഥിക്കുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇന്ന് നമ്മൾ ഉപവാസത്തിലാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് വരെ ഉപവസിച്ചിട്ടില്ലാത്തവർ, ഉപവസിക്കുന്നത് നല്ലതാണ്. ഉപവസിക്കണം. നമ്മൾ ഒരു നേരമോ ഒരു ദിവസമോ ഭക്ഷണം വെടിഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ആരോഗ്യ പ്രയാസത്തിന് മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് പെർമനൻ്റ് ആയിട്ട് എടുക്കുന്നവരെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. പ്രാപ്തിയുള്ളവർ നിങ്ങൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ദിനംതോറും കേൾക്കുന്ന അപകട വാർത്തകൾ, അനർത്ഥങ്ങൾ, ഉണ്ടാക്കി വെക്കുന്ന അവസ്ഥകൾ, ഇതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ സാധാരണ ശുശ്രൂഷകളിൽ ഓർമ്മപ്പെടുത്താറുണ്ട്. എൻ്റെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് അതിരാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരാവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്. തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും. എൻ്റെ തിരിച്ചറിവില്ലാത്ത കാലത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചിട്ടുണ്ട്, പപ്പ എന്തിനാണ് ഇത്രയും പ്രാവശ്യം ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന്. ഉടനെ പറയുമായിരുന്നു, യെസ്, നമ്മുടെ ദേശത്തിനു വേണ്ടി, ചുറ്റുപാടിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പെട്ടെന്നുണ്ടാകുന്ന ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, പകർച്ചവ്യാധി, പേവിഷബാധ, അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, കാട്ടുമൃഗങ്ങളുടെ പ്രതികൂലങ്ങൾ, ഇഴജന്തുക്കളുടെ ആക്രമണങ്ങൾ എന്ന് വേണ്ട ഇങ്ങനെയുള്ള അനുദിന ജീവിതത്തിൽ നേരിടാവുന്ന പ്രതികൂലങ്ങളെയൊക്കെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് അങ്ങനെയുള്ള ഒരു തലമുറ ഇല്ല. അതുകൊണ്ട് ഇന്ന് കാട്ടുമൃഗങ്ങൾ നാട്ടിലായി. നാട്ടിലെ ആളുകൾ എന്നേ കാട്ടുമൃഗത്തെക്കാട്ടിൽ ഭീകര സ്വഭാവമുള്ളവരായി എന്ന് നമുക്കറിയാം. ഇപ്പോൾ കുടിപ്രദേശങ്ങളിൽ പോലും ഒരു കാടോ മരക്കൂട്ടങ്ങളോ ഇല്ലാത്ത കുടിപ്രദേശങ്ങളിൽ പോലും കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങിത്തുടങ്ങി. നോക്കിക്കാട്ട്, അങ്ങനെ പോകുന്നു പ്രശ്നങ്ങളുടെ സങ്കീർണമായ നീണ്ട നിര. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കുന്ന ഉപവാസം ചെയ്യുന്നവരായിരിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ആൺമക്കൾക്ക് വേണ്ടി, പെൺമക്കൾക്ക് വേണ്ടി, അവർ പഠിക്കുന്നവരാണെങ്കിൽ, അവർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അവർ വിവാഹപ്രായം എത്തിയിട്ടുള്ളവരാണെങ്കിൽ, കുടുംബത്തിൽ പ്രവേശിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്ന് വേണ്ട, നമ്മുടെ സഭ, നമ്മുടെ സഭാ നേതൃത്വം, നമ്മുടെ സുവിശേഷ വേലക്കാർ എത്രയോ പ്രതികൂലത്തിൽ കൂടെയാണ് ദൈവമക്കൾ ദൈവവേല ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ദേശത്തിനു വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി അവർ നീതിയോടെ, സമാധാനത്തോടെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ, കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ
നമ്മുടെ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ഒരു വോട്ടയിൽ തീരുന്നതല്ല. വീണ്ടും നമ്മുടെ പ്രാർത്ഥന അനിവാര്യമാണ്. നാം ഓർക്കണം. അതുകൊണ്ട് നമ്മൾ വായിച്ച 18-ാമത്തെ വാക്യം പറയാണ്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഞാനൊരു വാക്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന തമ്പുരാൻ അറിഞ്ഞാൽ മതി. നമ്മളെ രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. പബ്ലിക്കായിട്ട് നമ്മളെ കാണുമ്പോൾ, ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകനല്ലേ, മകളല്ലേ, ഇന്ന ആളല്ലേ, എനിക്ക് ആ ആളിനെ അറിയാം, എത്ര വർഷമായിട്ട് അറിയാം, ഇപ്പം വലിയ പ്രാർത്ഥനക്കാരനാ, വലിയ കൂട്ടായ്മക്കാരിയാ, പക്ഷെ ഈ ആളിൻ്റെ ബയോളജിയും ജോഗ്രഫിയും ഹിസ്റ്ററിയും സോഷ്യോളജിയും ഒക്കെ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇതല്ലേ നമ്മളെക്കുറിച്ച് കൂടെ നിൽക്കുന്നവരും തിരിഞ്ഞിരുന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് അനേക വിഷയങ്ങൾക്ക് നീക്കുപോക്കും വിടുതലും ഒക്കെ പ്രാപിച്ചവരാ. അന്ന് നമ്മളെ അവർക്ക് ആവശ്യമായിരുന്നു, നമ്മളെ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം ആ സ്ഥിതിയൊക്കെ ദൈവം അവരുടെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മളെ അവർക്ക് വേണ്ട. കാരണം എന്തുമായിക്കൊള്ളട്ടെ, ശരി. പക്ഷേ നമ്മളെ ആര് തള്ളിക്കളഞ്ഞാലും, ആര് മാറ്റി നിർത്തിയാലും, നമ്മളെ രഹസ്യത്തിൽ കാണുന്ന ഒരു കർത്താവുണ്ട്. നമ്മളെ രഹസ്യത്തിൽ കാണുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിരൂപിച്ചത്, ഞാൻ ചിന്തിച്ചത്, ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത്, ഞാൻ പ്രവർത്തിച്ചത്, അത് കൃത്യമായി കാണുന്ന, അറിയുന്ന ഒരു കർത്താവുണ്ട്. നമുക്കെതിരെ ആരെല്ലാം ഏതെല്ലാം വിധങ്ങളിൽ വാടകോരിയാലും, പ്രതികൂലത്തിലും പ്രതിരോധത്തിലുമാക്കിയാലും, നിന്ദയും പഴിയും ദുഷിയും പരിഹാസവും വാരിയെറിഞ്ഞാലും, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെ രഹസ്യത്തിൽ കാണുന്ന കർത്താവ് നിശ്ചയമായും പ്രതിഫലം നൽകിയിരിക്കും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അമ്മമാർ, എൻ്റെ ബ്രദറെ, കഴിഞ്ഞ 10 വർഷമായി, 5 വർഷമായി, 1 വർഷമായി ഞാൻ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ എനിക്ക് പ്രതിഫലം ആയില്ലല്ലോ, എൻ്റെ വിഷയത്തിന് നീക്കം വന്നില്ലല്ലോ, പിന്നെ എന്താണ് ബ്രദർ ഇങ്ങനെ പറയുന്നത്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് വിടുതൽ തരുമെന്ന്? അതെ, തരും പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയ പിതാക്കന്മാരെ, എൻ്റെ സഹോദരങ്ങളെ. കാരണം സ്വർഗത്തിലെ ദൈവം ആരുടെയും കടക്കാരനല്ല. നമുക്ക് ഓരോ സമയത്ത് എന്താണ്, ഏത് സമയത്താണ് വേണ്ടത് തമ്പുരാൻ അറിയാം. ആ ഓൺ ടൈമിലേ കർത്താവ് തരത്തുള്ളൂ. നമുക്കാണ് ധൃതി, കാരണം നമ്മൾ മനുഷ്യരാണ്, നമുക്കൊന്നിനും ക്ഷമയില്ല. നമ്മൾ പ്രാർത്ഥിച്ച് കണ്ണ് തുറക്കുന്ന ഉടനെ നമ്മുടെ മുമ്പിൽ കിട്ടണം, എങ്കിലേ ദൈവം പ്രവർത്തിച്ചുള്ളൂ എന്ന ഒരു മിഥ്യാധാരണ എങ്ങനെയോ നമ്മെ ഭരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിച്ചാലും ഒരു തൃപ്തിയില്ല. ശരിയല്ലേ? നിങ്ങൾ നോക്കിക്കാട്ടെ. അങ്ങനെയാണ് ഇന്നത്തെ അനാവശ്യ ക്രൈസ്തവ സഭകളും അനാവശ്യ ഉപദേശങ്ങളും വളർന്നത്. കാരണം നമ്മളെ ഒന്ന് കുലുക്കി തെള്ളിയിട്ട് ഉരുട്ടിയിട്ട് ശബ്ദം വെച്ച് ചവിട്ടി ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയോ കിട്ടിയെന്നൊരു അവബോധം നമ്മിൽ അങ്ങ് അൺകോൺഷ്യസ് സബ്കോൺഷ്യസ് മൈൻഡിലാവുകയാണ്. അങ്ങനൊന്നുമല്ല, അതൊക്കെ വചനവിരുദ്ധമാണ്. അങ്ങനെയൊന്നും വേദപുസ്തകവും പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മളെ രഹസ്യത്തിൽ കാണുന്ന ഒരു കർത്താവ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്താണോ, ജോലിയെ ഓർത്താണോ, വീസ ഓർത്താണോ, ആരോഗ്യമാണോ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വേറൊരാളോട് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആരോടെങ്കിലും അത് പറഞ്ഞാൽ അവരത് വിശ്വസിക്കത്തില്ല. നിങ്ങൾ കടന്നു പോകുന്ന പെയിൻ, നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ വേറൊരാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അവർക്കത് നിങ്ങളെ കളിയാക്കാനുള്ള വെറും ആയുധമായിരിക്കാം. എന്നാൽ നിങ്ങളുടെ പെയിൻ, നിങ്ങളുടെ അവസ്ഥ അതേ അളവിൽ അറിയാവുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നിശ്ചയമായും നിങ്ങളെ കാണുന്നു, അറിയുന്നു, പൂർണ്ണമായും പ്രതിഫലം നൽകുന്ന ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഏത് വിഷയമോർത്ത് ഭാരത്തിലും വിഷമത്തിലും പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരുപക്ഷെ അല്പം വൈകിയെന്നിരിക്കാം. ചില നാളുകളായിട്ട്
ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഒരു റെസ്പോൺസും ഇല്ലായിരിക്കാം. മടുക്കരുത്. അബ്രഹാം 75-ാമത്തെ വയസ്സിൽ സകല വാഗ്ദത്തങ്ങളും പ്രാപിച്ചിറങ്ങിയിട്ട് 24 വർഷം ദൈവത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് 25-ാമത്തെ വർഷം അഥവാ തൻ്റെ 100-ാമത്തെ വയസ്സിലാണ് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ കരങ്ങളിലേന്തുന്നത്. അതുകൊണ്ട് മടുക്കരുത്. ദൈവത്തിൻ്റെ പ്രോമിസ് നിശ്ചയമായും ദൈവം നിറവേറ്റിയിരിക്കും. അത് സ്വീകരിക്കാനുള്ള ഭാഗ്യവും കൂടെ എനിക്ക് വേണം, അല്ലാതെ ഇടയ്ക്കിട്ട് ഓടിപ്പോകരുത്. അബ്രഹാമോ നിരാശയോടൊക്കെ പറഞ്ഞു, മതി യഹോവേ മതി, എനിക്ക് ഇങ്ങനൊക്കെ തന്നെ മതി, ഞാൻ ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് ആശ്വസിച്ചോളാം. ദൈവം പറഞ്ഞു, അങ്ങനല്ല. നിന്റെ കടിപ്രദേശത്തുനിന്ന് തന്നെ, നിന്റെ ഭാര്യ സാറായിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് വാഗ്ദത്ത സന്തതിയെ തരുമെന്ന് പറഞ്ഞാൽ തരും. യെസ്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമാവട്ടെ. നാം എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഹൃദയശുദ്ധിയോടെ എൻ്റെ തമ്പുരാൻ കാണത്തക്കവണ്ണം അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, ഉപവസിച്ചാൽ മതി. ബാക്കി കാര്യം തമ്പുരാൻ ഏറ്റെടുക്കും. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ കൃപയോടെ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പലപ്പോഴും കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ജൽപ്പനം ചെയ്തിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്. എന്നാൽ അവയൊന്നും ദൈവം സ്വീകരിക്കുന്നതും പ്രസാദിക്കുന്നതുമല്ല എന്ന് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ഉപവസിക്കുമ്പോൾ കർത്താവ് കാണത്തക്കവണ്ണം, കർത്താവ് അറിയത്തക്കവണ്ണം, കർത്താവ് അതിന്മേൽ പ്രവർത്തിക്കത്തക്കവണ്ണം ഉപവസിക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആലോചനയ്ക്കായി സ്തോത്രം. മാത്രമല്ല, കർത്താവ് പ്രസാദിക്കുന്ന ഉപവാസം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ആ നിലയിൽ ഞങ്ങൾ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ ജയം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണം. ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും ദിനമായി കൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം കർത്താവ് പ്രസാദിക്കുന്ന നിലയിൽ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അങ്ങനെ നമ്മെ രഹസ്യത്തിൽ കാണുന്ന ഒരു കർത്താവ് വിടുതലും അനുഗ്രഹവും നൽകി മാനിക്കട്ടെ. ലോകത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. നിങ്ങൾക്ക് 10 പേര് നിങ്ങളെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ നല്ല വാക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ കരുതിക്കോണം, തൊട്ടപ്പുറത്ത് 1000 പേര് നിങ്ങൾക്കെതിരെ വലിയ ഭീഷണിയുമായി, വാളുമായി നിൽക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ലോകത്തിൻ്റെ കണ്ണിലല്ല എന്നെയും നിങ്ങളെയും വിധിക്കേണ്ടത്, രഹസ്യത്തിൽ നമ്മെ കാണുന്ന ഒരു കർത്താവ്. ആ കർത്താവ് ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും കാണട്ടെ, അറിയട്ടെ. പ്രാർത്ഥനയ്ക്ക്, യഥാർത്ഥ ഉപവാസത്തിന്, ഹൃദയം നൊന്ത് തമ്പുരാനോട് പറഞ്ഞതിന് നിശ്ചയമായും മറുപടി നൽകട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.